അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വിശുദ്ധ റബീഇന്റെ രണ്ടാമത്തെ സുദിനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വലിനെ വരവേൽക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നന്മയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുകൾ കൊണ്ടും മൗലിദിനോടനുബന്ധമായി മദഹിന്റെ വ്യത്യസ്ത രൂപങ്ങൾ കൊണ്ടും മുസ്ലിം വിശ്വാസികളെ കാലവും ഈ റബീഇനെ വരവേൽക്കുകയും നബി ജന്മദിനത്തിന് സ്വാഗതമരുളുകയും ചെയ്തവരാണ്. ഇത് എക്കാലത്തും നമ്മുടെ പൂർവ്വസൂരികൾ പഠിപ്പിച്ചു തരികയും അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും നമുക്ക് കൈമാറിത്തരികയും ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഒരു നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് ചെയ്യാനും അവിടുത്തെ അപദാനങ്ങൾ പാടാനുമൊക്കെയായി സ്വഹാബത്ത് എമ്പാടും താല്പര്യം കാണിച്ചിരുന്നതായി നമുക്കൊക്കെ ചരിത്രങ്ങളുടെ ഇതളുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. മഹാനരായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് പാടാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മസ്ജിദിൽ ഒരു പ്രത്യേകമായ ഇടം തന്നെ അവർക്ക് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുമ്മ ഈദ്ഹു ബിറൂഹിൽ ഖുദുസ് എന്ന് പറഞ്ഞ് പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്തതും ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ മഹാനരായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പാടിയപ്പോ അവിടുത്തെ പുണ്യഭൂമേനിയിലിട്ടിരുന്ന പുതപ്പ് സമ്മാനമായി കൊടുത്തതും ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ മദ്ഹുകൾ പാടലും പറയലും പ്രകീർത്തിക്കലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടു തന്നെ നടക്കുന്നുണ്ട്. അതിനെയാണ് പിൽക്കാലത്തുള്ള മുഅ്മിനീങ്ങളായ വിശ്വാസികൾ ഇന്നും കൊണ്ടു നടക്കുന്നത്. തീർച്ചയായും ഇതുവഴി നമുക്ക് ഇഹപര വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് പുകഴ്ത്താനും പ്രകീർത്തിക്കാനും പാടാനും പറയാനും പറ്റിയ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ മറ്റൊരാളില്ല എന്നതു തന്നെയാണ് നമ്മൾ ഇത്രയേറെ ഈ റബീഇനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് നമ്മുടെ മദ്ഹുകൾ പാടലും പറയലും അതെല്ലാം ഇനിയും അനുസ്യൂതം നമ്മൾ തുടരേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ അല്ലാത്തപ്പോഴും നമ്മൾ ചെയ്യുന്നു. പക്ഷേ റബീഉൽ അവ്വലിൽ വിശേഷിച്ചും ഇതിനുവേണ്ടി നമ്മൾ സമ്പത്തും ശരീരവും മനസ്സും മാറ്റിവെക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ശഫാഅത്തിൽ നാളെ പരലോകത്ത് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു ആ നിലക്ക് നമ്മെ ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ മദ്ഹ് ചെയ്യുന്നവരിലും കൂടുതൽ മഹബത്ത് വെക്കുന്നവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.